ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതുപോലെ തന്നെ 3 മുട്ടയും 1 ഗ്ലാസ് പാലും രാവിലെ തന്നെ ഗ്രീൻ ടീ കുടിച്ചു. അതിന് ശേഷം കേട്ടോ ഞാൻ മുട്ടയും പാലും കഴിച്ചത്. ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊന്ന് ഓയിൽ ബാത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ സഹചരാതി തൈലവും പിണ്ട തൈലവും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴമ്പൊക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളി പാസ്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് സോയാബീനും പൊട്ടറ്റോ ബീട്രൂട്ടും മീനും ആയിരുന്നു കേട്ടോ. നടുവേദന ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ നാൾ മുമ്പ് തൊട്ടേ എപ്പോഴാണ് നടുവേദന സ്റ്റാർട്ടായെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബിഫോർ ഡെലിവറി, ആഫ്റ്റർ ഡെലിവറി ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് നടുവേദന കൊണ്ട് തന്നെയായിരുന്നു. ഒരു സ്പോട്ട് വേദനയായി മാറി. ഞാൻ ഡെലിവറിക്ക് ശേഷം ഫിസിയോതെറാപ്പി ചെയ്തു, കിഴി വെച്ചു, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. പക്ഷേ ഈ ഓയിൽ ബാത്ത് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കുറവുണ്ടെന്നല്ല, ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എനിക്കിങ്ങനെ വേദന വന്ന സമയത്ത് ഒരു 3 ദിവസത്തെ ഞാൻ അടുപ്പിച്ച് ഓയിൽ ബാത്ത് ചെയ്തപ്പോൾ എനിക്ക് വേദന മാറി. അതിന് ശേഷം തൊട്ട് വീക്ക്ലി വൺസ് ഞാൻ ഓയിൽ ബാത്ത് കമ്പൽസറി ആക്കി. 5th ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം തന്നെ കേട്ടോ ഞാൻ നൈറ്റ് കഴിച്ചത്. വയറ് ഓൾമോസ്റ്റ് ഫുഡിനോടെല്ലാം പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വിശപ്പ് അത് കുറച്ച് ഡാർക്കാണ് കേട്ടോ. രാത്രി നല്ല വിശപ്പാണ്. നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിച്ച് ശീലിച്ചിട്ട് പെട്ടെന്ന് ഫുഡിൻ്റെ അളവ് കുറച്ചപ്പോൾ, പക്ഷെ ഗ്യാസ് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ വിശക്കണമെന്നുള്ളൊരു മനസ്സിൻ്റെ തോന്നലാണെന്നറിയില്ല. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ബോഡി പെയിൻ ഉണ്ട്. അത് നോർമലാണ്, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെയാണ്. അപ്പം ആ 2 ഇഷ്യൂസാണ്, വിശപ്പും ബോഡി പെയിനും. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഞാൻ ഏതാണ്ട് ആ ഒരു റൂട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കേട്ടപ്പോൾ ബൈ.